എടുക്കാന്ന് റൂമിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ. ഞാൻ ശരിക്കും ഈ വ്ളോഗ് എടുത്ത് ഇത്തപ്പോ ഈ വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സോ ഹലോ ഗൈസ്, എല്ലാവർക്കും ട്രാവൽ ടോക്സ് ബൈ അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു സോളോ ഹിച്ച് ഹൈക്കിനല്ല ഇന്ന് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്നത് പഞ്ചാബിലെ സിറക്പൂരിലാണ്. സോ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എന്താ പറയുക, നമുക്ക് ഇവിടുന്ന് പല 3-4 സ്ഥലങ്ങളിലൊക്കെ എടുത്തിട്ട് നമ്മുടെ ഹിമാലയൊക്കെ ഇവിടുന്ന് ഏകദേശം 100 കിലോമീറ്ററിന് അടുത്താണുള്ളത്. പിന്നെ ഇന്ന് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സാദിഖ്. ഞാൻ അവനെ പരിചയപ്പെടുത്താം. സോ ഗൈസ്, ഇതാണ് സാദിഖ്. എൻ്റെ ഹായ് പറഞ്ഞത് കുഴപ്പമില്ല. സോ ഇതാണ് സാദിഖ്, എൻ്റെ നാട്ടിലെ ഫ്രണ്ടാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ സിറക്പൂരിൽ ഇപ്പോൾ ഒരു ജോലിയൊക്കെ റെഡിയാക്കി തന്ന നിലവിൽ ഇവനാണ്. സോ അപ്പോൾ ഇന്ന് ക്യാമറമാനും ഇവൻ തന്നെയാണ്. ഇവനാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അവന് ഒത്തിരി വീഡിയോയിൽ വരാൻ താല്പര്യമില്ല ഉള്ളൊരു അതുകൊണ്ടല്ലേ ക്യാമറ. ഓക്കെ, സോ അപ്പോൾ അവനെന്താണ് ഇന്ന് വീഡിയോ എടുത്ത് തരുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറക്പൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഗേറ്റ് ആണെന്ന് നമുക്ക് പറയാം. കാരണം പഞ്ചാബ്, ഹരിയാന അല്ലെങ്കിൽ ഹിമാചൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ സ്പ്ലിറ്റ് ആവുന്ന ഒരു പ്ലേസ് കൂടിയാണ് സിറക്പൂര്. ഇപ്പം നമ്മളിപ്പോൾ നിലവിൽ പോകുന്നത് ഇവിടെ നമ്മൾ നിലവിൽ പോകുന്നത് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. സോ അവിടെ കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമാണ് അവിടെ. അപ്പോൾ നമുക്ക് ഓക്സ്ഫോർഡ് പോകുന്ന വഴി ആ സ്ഥലം എങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം. സോ ബേസിക്കലി ഇവിടെ ഈ ഒരു ട്രാഫിക് ഫുൾ ടൈം ഉണ്ടാവും. എന്തായാലും നമ്മുടെ മറ്റേ നേപ്പാളിലൊക്കെ പോലെ മറ്റു മലകളല്ലെങ്കിൽ അതൊന്നും തൊട്ട് അടുത്തില്ലെങ്കിൽ പോലും ഒരു പ്രത്യേക തരത്തിലുള്ള കുറച്ച് ആൾക്കാർ എന്താ പറയുക, ഇവരെന്ന് പറഞ്ഞാൽ കുറച്ച് അപ്ഡേറ്റഡ് ആണ്. അതുപോലെ ഇവർക്ക് കുറേ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ അതെങ്കിലും യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയാത്ത ഒരു ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. ബട്ട് ഇത് അടിപൊളിയാണ്, സ്ഥലം അടിപൊളിയാണ്. നമുക്ക് ഇവിടെ നോക്കി ഹിമാചലിൻ്റെ വ്യൂസ് കാണാം. ബാക്കി എന്തെല്ലാം നമുക്ക് പോകുന്ന വഴിക്ക് നോക്കാം. നമ്മളപ്പോൾ ഇവിടെ സിറക്പൂരിൻ്റെ മെയിൻ ടൗണിലാണുള്ളത്, സിറ്റിയിലാണുള്ളത്. ഇതാണ് കേസ് ഇവിടുത്തെ ഒരു നോർമൽ ഡേ ട്രാഫിക്. ഇതൊരു വർക്കിംഗ് ഡേ ആണ് ആക്ച്വലി. വർക്കിംഗ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ നമുക്ക് അവിടെ നോക്കി കഴിഞ്ഞാൽ ബോർഡ് കാണാം. ഇവിടെ ഷിംലയ്ക്കാണ് ദിവസം 115 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ വരും ദിവസങ്ങളിൽ ഇനി ഹിമാചൽ വ്ളോഗ്സൊക്കെ ഉണ്ടാകും എന്തായാലും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. യു ക്യാൻ സീ സം ഹിമാചൽ വ്ളോഗ്. നമുക്ക് എന്തായാലും പോവാം. ഇവനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ള സ്വന്തമായിട്ട് വീഡിയോ എടുത്ത് സംസാരിക്കാണ്ട്. ചിലപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് ശീലിച്ചുകൊണ്ടായിരിക്കാം. സോ നമുക്ക് ഇങ്ങനെ അങ്ങ് വീഡിയോ എടുത്ത് പോവാം അല്ലേ? അതിലെ എനിക്ക് വൈബ്. അതെ, സോ ഞങ്ങൾ ഇപ്പോൾ സ്ഥലത്തിൻ്റെ പേരായിരുന്നു ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്. നമ്മളിപ്പോൾ നിലവിൽ ഓക്സ്ഫോർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതിനെ കാണിക്കാനൊന്നും ഇല്ലെങ്കിലും അവിടെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക അന്തരീക്ഷമാണ് അവിടെ. സോ വി ക്യാൻ ഗോ ആൻഡ് സീ വാട്ട് എവർ ഹാപ്പൻസ് ദെയർ. സോ ലെറ്റ്സ് ഗോ. ഗൈസ്, ഇവിടുത്തെ കോളനികളുടെ പേര് കണ്ട, ഹാവ് യു സീൻ ദിസ്? എക്സ്ചേഞ്ച് കോളനി. ഇവിടെ എന്താ സാധിക്കുക മാത്രം എക്സ്ചേഞ്ച് ചെയ്യാനുള്ളത്? പട്ടിയാല മറ്റേ വേറൊരുണ്ടായാലും അല്ല, നമ്മുടെ അവിടെ എന്തൊക്കെ പേരല്ലേ? പ്രീത് കോളനി. ആക്ച്വലി കേസ് ഇതിപ്പോ നമ്മൾ നേരത്തെ നടന്നു വന്ന ആ ടൗണിൽ നിന്ന് വേറൊരു ടൗണിലേക്ക് കണക്ട് ചെയ്യണ ഒരു റോഡാണ്. ആക്ച്വലി ഇത് എവിടെ ആയിട്ടാണ് ഈ പറയുന്ന ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്. അന്നൂറിന് പോകുന്നിടത്ത് എൻ്റെ എത്ര 10-15 അടുത്തായിരുന്നു തോന്നുന്നു. ഇവിടുത്തെ ആൾക്കാരൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പോക്കറ്റ് റോഡ് ഹൈവേ ഒന്നുണ്ടല്ലോ ഇവർക്ക് റോഡിൽ ഏതി കൂടെ വണ്ടി ഓടിക്കുന്നൊന്നുമില്ല. ചിലപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ എഴുതിക്കൊണ്ടൊക്കെ പോകും. ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. പിന്നെ നമ്മൾ ചില വണ്ടിയുടെയൊക്കെ ഹോൺ കേൾക്കുമ്പോൾ നമ്മൾ ഏത് മറ്റേ മതിയായ ലോറി വരാമെന്ന് നോക്കും. വന്നത് മറ്റേ സ്പ്ലെൻഡറൊക്കെ ആയിരിക്കും പറയും കൂടെ വന്നത്. പക്ഷെ ഇവർക്ക് ലക്ഷറി കാർസ് ഉണ്ട് കേട്ടോ. അതിൽ കുറേ പേരിൽ ഇല്ല, അത്യാവശ്യം റിച്ചാണ് ഇവിടെ. ക്രോസ് ചെയ്യാം.
ഗൈസ് ഇതാ കാണുന്നതാണ് ഇവിടുത്തെ സ്റ്റുഡിയോ. പക്ഷെ ഇവിടെയുള്ള ചില ആളുകളുടെയൊക്കെ ജീവിതം കണ്ടോ. ബട്ട് എന്താ പറയുക, കുറച്ച് ദയനീയമായ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് ഇവിടെ. ബട്ട് സ്റ്റിൽ എന്താ പറയുക, ഇവിടെ ജീവിക്കുന്നുള്ളവരാണെങ്കിൽ കൂടെ അവർക്ക് ഭക്ഷണത്തിനൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ബിക്കോസ് ഇവിടെ ഗുരുദ്വാര ഉണ്ട് ഗൈസ്. ഗൈസ് ദാ ഈ കാണുന്നതാണ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്. കണ്ടോ, ഇതാണ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറി നോക്കാം. പിന്നെ ഇതിൻ്റെ പുറത്ത് കണ്ട്, ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കുറേ ഷോപ്പുകളുണ്ട്. മറ്റേ വാവ് മോമോസ്, ബർഗർ കിങ് ഇതാ കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറം സ്റ്റുഡിയോ, കാൻറ്റൺ, അങ്ങനെ കുറച്ചുണ്ട്. ലൈക്ക് അതിൻ്റെ അകത്തും കുറച്ച് ഷോപ്പൊക്കെ ഉണ്ട്. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്. ഇവിടെ ഒരു സെക്യൂരിറ്റി ക്യാബിനൊക്കെ ഉണ്ട്. ആ കാണുന്നത് ഇതിൻ്റെ അന്ന് ഈ സാധനത്തിൻ്റെ അന്ന് വെള്ളം വരുമായിരുന്നു നീ വന്ന ടൈമിലൊക്കെ. നമ്മൾ അന്നൊന്ന് പിന്നെ ചെറുതായിട്ട് വെള്ളം വന്നില്ലായിരുന്നു, പക്ഷെ അവരത് കറക്റ്റായിട്ട് ഓണാക്കിയത്. സോ ഗൈസ് ദിസ് ഈസ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്. ഇതാണ് എല്ലാവരും ഇരിക്കണത്. നമ്മളെല്ലാവരും ഇരിക്കാനായിട്ട് ഇവിടെ മെയിൻലി തിരഞ്ഞെടുക്കുന്ന സ്ഥലം. അതുപോലെ ആൾക്കാർ ഫോട്ടോഷൂട്ടിന് വരുന്ന സ്ഥലം. അതെ, എല്ലാവരും ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ടോ. അപ്പോൾ അവരെ വീട് എടുക്കാന്ന് പറഞ്ഞാൽ അടുത്ത വീട് എവിടെ പോയാലും അടിയാരോന്ന്. ഗൈസ് ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. അതൊക്കെ നിനക്ക് ചണ്ഡീഗറിനെ കുറിച്ച് തന്നെ പറയാനുള്ളത്. നീ വന്നിട്ട് നിന്റെ ലൈഫ് എങ്ങനെയുണ്ട് ഇവിടെ? എക്സ്പീരിയൻസ് ആയിരുന്നു. ചൂടൊന്നും നല്ല ചൂടാണ്, തണുപ്പ് നല്ല തണുപ്പാണ്. ഇപ്പൊ എങ്ങനെ 42 ഡിഗ്രി ചൂടുണ്ടെന്ന് തോന്നുന്നത്. യെസ് ഗൈസ്, 42 ഡിഗ്രി ചൂട്. ഞങ്ങള് ഒഴിഞ്ഞെടുക്കാന്ന് റൂമിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ തീരുമാനമായി. അതൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ ഞാനൊരു വ്ളോഗറാകുന്നു? ചാൻസ് ഉണ്ടോ? ഉണ്ടാവുമായിരിക്കും. ഞാൻ ഈ വീഡിയോ ഇടുന്ന ആൾക്കാർ കാണാൻ അവർക്ക് ഇഷ്ടപ്പെടുന്നതിന് തോന്നുന്നുണ്ടോ? നമ്മളെ ഇഷ്ടപ്പെടുന്നവരും കുറച്ചുപേരുണ്ടായിരിക്കും. അതെല്ലായിടത്തും ഉണ്ടാവും. അതൊരു പോയിന്റാണ് ഗൈസ്. സോ ഇഫ് യു നോ യു നോ. സോ ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്. ഇന്നിപ്പം ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് തിരക്കില്ലാത്തത്. അല്ല, പക്ഷെ ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കുള്ള ദിവസമല്ലേ. ഞായറാഴ്ചയ്ക്ക് ഇവിടെ വന്നാൽ നല്ല തിരക്കാണ്. കണ്ടോ, ഇവർ ഐസ്ക്രീം കടന്നൊക്കെ ഒരു ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞാൽ കുടുംബം വയ്ക്കണം. അതെ, ന്യായം കളശം. എടാ, ഈ സാധനമൊക്കെ ഇവർ എന്തിനാക്കി ഇവരോട് പണിതിട്ടാക്കണേ? എടാ, ഞാൻ വന്നപ്പോ ഒന്നിട്ടാവുന്നത്, നീ വന്നപ്പോ പുരിപ്പൂരി മുളച്ചിട്ടാണ് ഇവിടെ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്. ഇതിനകത്ത് 3 എൻട്രൻസോ. ഒന്ന് നമ്മളാ കയറി വന്ന എൻട്രൻസ്, പിന്നെ ഇതൊരെണ്ണം. പക്ഷെ അതിപ്പോൾ ക്ലോസ് ആക്കി ഇട്ടേക്കുവാന്നുണ്ടല്ലേ. അത് 3 എണ്ണല്ലേ. ആ സൈഡിലാണ് ഇവരുടെ സ്ട്രീറ്റ് ആണ്. കാരണം ഇവിടെ തന്നെ അതിന്റെ മുകളിൽ കുറെ റൂംസ് ഉണ്ട്. ആ റൂംസ് ഉള്ളവർ തന്നെ അവർക്ക് പർച്ചേസ് ചെയ്യുന്ന അവരുടെ മെയിൻ കാര്യങ്ങളൊക്കെ. ഇതിലൊക്കെ ഈ കാണുന്ന മേളിൽ കാണുന്ന ഈ ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ താമസിക്കുന്നല്ലേ അത്. അവർക്ക് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ. സ്ട്രീറ്റ് ആണ്, സബ്ജക്ട് സ്ട്രീറ്റ് ആണ്. ഇനി കുറച്ച് പബ്ലിക് ആയിട്ടുള്ളവരും കൂടെ വന്നുകൊണ്ടിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ കാണിക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഓക്സ്ഫോർഡിൽ നിന്ന് ഇറങ്ങുമല്ലേ. ബിക്കോസ് ദിസ് ഈസ് ജസ്റ്റ് എ വാം അപ്പ് വ്ലോഗ്. 7 മാസമായി വിട്ടിട്ട് നമ്മളപ്പോൾ ഇനി നല്ലൊരു യൂട്യൂബറായിട്ടാണ് തിരിച്ചുവരാൻ പോയത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അഹങ്കാരം കൊണ്ടല്ല, ആഗ്രഹം കൊണ്ടാണല്ലേ. സോ ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാവരും നമുക്ക് സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് മെയിനായിട്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിലുണ്ടോ, നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അറിയാവുന്നവരൊക്കെ കൂടെ നമ്മൾ അറിയാത്തവരെ നമ്മുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സപ്പോർട്ട് ചെയ്യണത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഞാൻ കിട്ടുന്ന കുറച്ച് വീഡിയോസ് ആണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ അറിയാവുന്നവരും കൂടുതൽ വേറെ ചില ആൾക്കാർ ഒരു പ്രത്യേക സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ അറിയാവുന്നവരൊരു ചെറിയൊരു സ്മൈലേക്ക് ഇട്ടിട്ട് നമുക്ക് വേണ്ടി വീഡിയോ എടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ
ഓഫ് ചെയ്തിട്ട് പോകണവരൊക്കെ ഉണ്ട്. കാരണം നമ്മൾ അറിയാത്ത കുറേ പേരുണ്ട്, വീഡിയോ എന്താ ചെയ്യുന്നത് കാണാനായിട്ട് ഇരിക്കുന്ന കുറേ പേരുണ്ട്. അതൊക്കെ അങ്ങനെ കുറേ സപ്പോർട്ട് കിട്ടാറുണ്ട്. അതൊരു നല്ല കാര്യമായിരിക്കും. ഉണ്ടോ ഗൈസ്? ഇവർക്ക് എല്ലാ സ്ഥലവും ഹൈവേ ആണ്. അത്തർ നല്ല സ്മെല്ലായിട്ടോ അല്ലേ? നല്ല സ്മെല്ലല്ലേ? ഇഷ്ടല്ലേ? ആന നീ എന്ന് യൂസ് ചെയ്തേ? ഞാൻ യൂസ് ചെയ്യാന്നില്ല, ബട്ട് ഇടയ്ക്കൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇടും. ആദ്യമായിട്ട് സൗണ്ട് അപ്പൊ ഞാനോടെ കൂടെ പോയാനെ നമ്മള്. അതെ, ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ഗുണമുണ്ട്. പിന്നെ മറ്റേ വന്ന് നമ്മൾ ഇടിച്ചിടാനുള്ള മൈൻഡ് സെറ്റ് ഇറക്കും. ഏത് മറ്റേ നിർത്തിട്ട് രക്ഷിക്കണം എന്നുള്ള സെറ്റപ്പല്ല. ഈ ബായിയുടെ കമ്പനിയാണ്. പുള്ളിയെടുത്ത് ഡെയിലി സമൂസിച്ച് പുള്ളിയുടെ കമ്പനിയാണ്. ഇവിടെ ലാഭമുള്ളൂ. ബാക്കിയൊക്കെ സമൂസ 10-15 എല്ലായിടത്തും. പുള്ളിയെടുത്ത് ഇവിടെ മത്തിട്ടുണ്ട്. ഗ്യാസിന് വിലക്കൂടുണ്ട് എല്ലായിടത്തും കൂടി. ഇതുണ്ടോ ഇത്? ഇവിടുത്തെ മറ്റേ മദ്യം അടിക്കാനുള്ള എല്ലാവരും മെയിൻ പ്ലേസ് ആണ് അല്ലേ? ഇവിടെ മറ്റേ ബിവറേജ് ഉണ്ട്, പക്ഷെ ബാറും ഇല്ല ഉണ്ടല്ലോ ഇവിടെ. ഇടിയാവൂന്ന് ഞാൻ ശരിക്കും ഈ വ്ളോഗ് എടുത്ത് ഇത്തിപ്പോൾ ഈ വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഞാൻ നോക്കിയപ്പോൾ ഞാൻ ലാസ്റ്റ് വിട്ടിട്ട് 7 മാസം മുമ്പാണ്. ഞാനിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ യൂട്യൂബ് എടുത്ത് നോക്കും. എൻ്റെ പ്രൊഫൈൽ ഞാൻ തന്നെ ഇട്ടിങ്ങനെ നോക്കും. ലൈക്ക് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി. പ്രോഗ്രസ് ഉണ്ടാവണം, നമ്മളെന്തെങ്കിലും പണി ചെയ്യണം. ചുമ്മാ ഇരുന്ന് പ്രോഗ്രസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്നൊരു ട്രെയിൽ വ്ളോഗുകൾ എടുത്തിട്ട് നമുക്ക് അടുത്ത ദിവസം നീ പറഞ്ഞ മറ്റേ ഹിമാചലൊക്കെ പോയി പിന്നെ നമുക്ക് അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ അതാണ് കാര്യം. ഞാനൊരു ട്രെയിൽ വ്ളോഗ് പോലെ എന്താ പറയുക, ജസ്റ്റ് ഒരു വാം വ്ളോഗ് എന്നൊക്കെ പറയില്ലേ, കുറേ നാളുകൾക്ക് ശേഷമായിട്ട് അപ്ലോഡ് ചെയ്യുന്നൊരു വ്ളോഗ്. ജസ്റ്റ് ഒരു എന്താണ് ഞാൻ തിരിച്ച് വന്നു എന്ന് പറയുന്ന ടൈപ്പ് ഒരു വ്ളോഗ്, അത്രേ ഉള്ളൂ. സോ അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. ഇനിയും തുടർന്നുള്ള വീഡിയോസ് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. യെസ് അല്ലേ? ഇനി എൻ്റെ ട്രിപ്പിൽ കളിക്കുന്ന നീ ഉണ്ടോ അവരുടെ കൂടെ? അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ, ഒറ്റ കമ്പനിക്കായി എനിക്ക് ട്രിപ്പ് പോകാനായിട്ട്. ഒറ്റയ്ക്ക് ടെൻ്റ് അടിച്ച് മടുത്തുനിന്ന് ടെൻ്റ് പിടിക്കാൻ ആളായിരുന്നു. സോ ഗൈസ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിനി നേരെ റൂമിലേക്ക് പോവാണ്. റൂമിൽ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാനിപ്പോൾ നിലവിൽ വർക്കിന് കയറിയിട്ടില്ല. അടുത്ത മാസമാണ് വർക്ക് സ്റ്റാർട്ട് ആവുള്ളൂ. സോ അതുവരെ നമുക്ക് വ്ളോഗ് എടുക്കാനുള്ള അവസരമാണല്ലോ. ഡെയിലി വ്ളോഗ് എടുത്താലും സാധിക്കുമവർക്ക് ഇവനെ കൊണ്ട് തോട്ടില്ലോ. ഒരു ദിവസം മൂളിയപ്പോൾ തലയിലായില്ലോന്ന്. ഇവിടുത്തെ മെയിൻ കാര്യമായിട്ട് ഇവിടുത്തെ ഈ പശുക്കളെന്ന് പറയണത് അല്ലേ? ഇവർക്ക് പശുക്കൾ ഭയങ്കര, അല്ലെങ്കിൽ പോത്തിറച്ചി എന്നൊക്കെ പറഞ്ഞാൽ വെട്ടാ ഇവിടെ. ഇവിടെ വന്നിട്ട് ബീഫ് റോസ്റ്റ് കിട്ടുമെന്ന് വെച്ചാൽ കഴുത്തിൽ കത്തിയാ. അപ്പൊ ഭയം കെട്ടത് പിടിച്ചാല് ഞാൻ ബോന്തിയാന്ന് എടാ. ഇവര് ഈ ബേക്കറി അടിപൊളിയാട്ടോ. ഞാൻ ഈ ബേക്കറി ആണ്. നിങ്ങൾ എപ്പോഴും സിറക്കൂരാണ് കയറേണ്ട ബേക്കറിയാണ്. ഈ ബേക്കറിനെ കുറിച്ച് നമുക്ക് അടുത്തിനുള്ളിൽ കറക്റ്റായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. നമുക്ക് അഡ്വഞ്ചറായിട്ട് ജീവിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ? റോഡ് ക്രോസ് ചെയ്യാൻ പഠിക്കുക. ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ട റോഡ് ക്രോസ് ചെയ്യാനാണ്. അല്ലെങ്കിൽ മറ്റേ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ മറ്റേ ചങ്കത്തിൽ കൂടെ വണ്ടി കയറി പോണത്. സാഹസികം നിറഞ്ഞ വഴികളാണ് ഇവിടെ. ഇതുപോലത്തെ ഗ്യാപ്പ് കിട്ടുമ്പോൾ അപ്പം ഓടിക്കണം. കാരണം ഇതുപോലത്തുള്ള സ്പേസ് ഒന്നും പിന്നെ കണ്ടോ അവൻ ഇടിച്ച് കൊല്ലാൻ മണ്ണെന്നുള്ള സെറ്റപ്പിൽ ഇടിക്കാൻ പിന്നെ ഉണ്ടോ? നമ്മളെ കണ്ടപ്പോൾ സ്പീഡ് കൂടി കുറച്ച്. ഇവിടെ അതുപോലെ മെയിൻ കാര്യമാണ് കണ്ടോ, ബിവറേജ്. ഇവിടെ ആശുപത്രി ഇല്ലെങ്കിലും ബിവറേജിനൊരു ക്ഷാമമില്ല. പക്ഷെ ഇവിടെ ആശുപത്രി ഉണ്ട്, അതെല്ലാം പ്രൈവറ്റ് അല്ലേ? കുടുംബം വയ്ക്കാൻ റെഡി ആണെങ്കിൽ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോകുന്ന. അപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റൽ അല്ലേ? ഇവിടുത്തെ ഹോസ്പിറ്റൽ പക്ഷെ നമ്മൾ പോയത് അന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ തോന്നുന്നത്. 1 കിലോമീറ്റർ ഉണ്ടല്ലോ നമ്മളാ ഓക്സ്ഫോർഡിന്റെ അപ്പുറത്തില്. 1 കിലോമീറ്റർ. പക്ഷെ നീ മറ്റേ പ്രൈവറ്റ് ആയിട്ട് മറ്റേ ഇവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോ എത്ര 5 രൂപ ഒരു ദിവസം തന്നെ? അതെന്ത് വയറുവേനയ്ക്ക് പോയിട്ടോ?
ചെറിയൊരു കാര്യത്തിന് 5 രൂപ. സോ ഗൈസ് അങ്ങനെയാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിന്റെ ഒക്കെ കാര്യങ്ങൾ. ലൈക്ക് നമുക്കിപ്പോൾ ഒരു അർജന്റ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നൈറ്റ് ഒക്കെ ഇവിടെ ഹോസ്പിറ്റലിലോ രാത്രി ഹോസ്പിറ്റലിലോ രാത്രി ഹോസ്പിറ്റൽ ഉണ്ടോ? ഇവിടെ ചണ്ഡീഗഡ് ടൗണിലേക്കുള്ള അത് ഇവിടെ 12 കിലോമീറ്റർ ഇല്ലേ? 12 കിലോമീറ്റർ രാത്രി ഒരു അർജന്റ് ആയി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള അത് മറ്റേ ബ്ലേഡ് മാഫിയാന്ന്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സിറക്കൂറിലെ വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ട്രെയിൽ വ്ലോഗായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ ഇനി നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.